വീണ നേരത്തെ അനിൽ വിളയിൽ സൂചിപ്പിച്ചതുപോലെ ചിലരോടൊക്കെ ദൃഢഭാവവും ചിലരോടൊക്കെ മൃദുഭാവവുമാണ് കേരള പോലീസിന് എന്ന് വ്യക്തമാകുന്ന നടപടികളാണ് ഇന്നലെ മുതൽ ഉണ്ടായത്. എന്തായാലും അർജുൻ ആയങ്കിയുടെ അറസ്റ്റ്, മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇങ്ങനെ ഒരു വശത്ത് കിടന്ന് വിയർക്കുകയായിരുന്നു UDF സർക്കാർ. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ ശ്രദ്ധ മാറ്റിപ്പിടിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ഒരു ശ്രമം ചെന്നിത്തല പോലീസ് ഇത് നടത്തിയത്. പക്ഷേ കോടതി കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ പോലീസ് വേട്ടയാടലിന് ഇവിടെ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നു. എന്തായാലും കോടതി എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? ഉപാധികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാം ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് വീണ? അതിന് തീർച്ചയായും ഉപാധികളോട് തന്നെയാണ് ജാമ്യം. പക്ഷേ ആ ജാമ്യം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ തരത്തിൽ SFI പ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടി പ്രതിഷേധിക്കുവാനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു. ചില വാദങ്ങളൊക്കെ ഉയർത്തുകയും തന്നെ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും നിലനിൽക്കില്ല, പോലീസിൽ ഉന്നയിച്ച വിഷയങ്ങളടക്കം നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ തുടർന്ന് അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അദ്ദേഹത്തിന് ഹാജരാകേണ്ടി വരും. അത് എത്ര ദിവസമാണെന്നുള്ളതും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് തുടക്കം മുതലേ അദ്ദേഹം കോടതിയിൽ ഉന്നയിച്ചിരുന്നതും. ഈ അന്വേഷണവുമായി സഹകരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തനിക്ക് ഉപദ്രവമൊന്നും നേരിടേണ്ടി വന്നില്ല, പരാതിയില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളിൽ ആ വാക്കുകളിൽ തന്നെ വ്യക്തമായിരുന്നു. അന്വേഷണം ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക്, അവർ ആവശ്യപ്പെടുന്ന തെളിവുകൾക്ക് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം എത്തുമെന്നുള്ളത്. യാതൊരു വിധത്തിലും പോലീസിനെ വെല്ലുവിളിക്കുന്നതോ അല്ലെങ്കിൽ നിസ്സഹകരണ മനോഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതും. കഴിഞ്ഞ ദിവസം അടക്കം പോലീസ് സ്വീകരിച്ച നിലപാടാണ് വിമർശനങ്ങൾക്കും ഒപ്പം തന്നെ അത് വിവാദങ്ങൾക്കും കാരണമായി തീർന്നതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. സൈബർ പോലീസ് സംഘം വീട്ടിലേക്ക് വരുന്നു, കൊടും കുറ്റവാളികളെ പിടികൂടുന്നത് പോലെ ചില നാടകീയ രംഗങ്ങൾ, നാടകീയ സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പിടികൂടിയത്. അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആക്ഷേപം. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണമോ എന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിടികൂടി എന്ന് പറയുന്നതല്ലാതെ പോലീസ് സ്വീകരിച്ച ഒരു നിലപാടിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് ഒരു നിലപാട് ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം പോലീസിന്റെ ഏതൊരു അന്വേഷണത്തിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിനൊക്കെ ആണെങ്കിലും അദ്ദേഹം സഹകരിക്കുന്ന ഒരു മനോഭാവം തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സമകാലികമായി നടന്ന സംഭവങ്ങൾ അത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ്. സർക്കാരിന് അക്കാര്യത്തിൽ കൃത്യമായി ഉത്തരം മുട്ടുമ്പോൾ, ആ വീഴ്ചകൾ പൊതുമധ്യത്തിൽ ചർച്ചയാകുമ്പോൾ ഉത്തരം മുട്ടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില മറകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തന്ത്രം, അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പലതരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങൾ, പലതരത്തിലുള്ള വർഗീയ തരത്തിലുള്ള പ്രസംഗങ്ങൾ പ്രസ്താവിച്ച അല്ലെങ്കിൽ പ്രസ്താവന നടത്തിയ നിരവധി പേരുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ MM മണി അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവനകളുണ്ട്. KM ഷാജി നിലവിലെ മന്ത്രിയാണ്, അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. അത് പൊതുസമൂഹത്തെ ദോഷകരമാക്കുന്ന പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇത്തരത്തിൽ നടന്നിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് എന്തിനേറെ പറയുന്നു. ഈ പാറ്റാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കി നിരവധി പേർ എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൽ അറിയപ്പെടുന്നവരുണ്ട്, ഒപ്പം തന്നെ സാധാരണക്കാരുണ്ട്, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കമുണ്ട്. അവർക്കെതിരെ ഒരു നടപടി എടുക്കുവാൻ സർക്കാർ എന്തുകൊണ്ടൊരു ശുഷ്കാന്തി കാണിച്ചില്ല, ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടൊരു ചെറു നടപടി പോലും സ്വീകരിച്ചില്ല എന്ന ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ആഭ്യന്തര വകുപ്പിനെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ ആ ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ, നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നടത്തിയൊരു അറസ്റ്റിനാണ് വിമർശനങ്ങൾ ഉണ്ടായത്. പക്ഷേ സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി പ്രത്യേകിച്ച് SDPIക്ക് കുടപിടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ, ആ അനുഭാവ സംഘടനയുടെ അബ്ദുൽ ഖാസിം N എന്ന ഓർഗനൈസിംഗ് അംഗം നൽകിയ പരാതിയാണ്. ആ പരാതിയിലാണ് നടപടി ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനു പുറമെ 15 പരാതികൾ കിട്ടിയെന്ന് കോടതിക്ക് മുമ്പാകെ പോലീസ് പറയുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമായി കോടതിയിൽ ബോധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് പോലീസ് എടുത്ത വകുപ്പുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ന്യായീകരണങ്ങൾ അത് തെളിവോടുകൂടി കോടതിയിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ വാദിക്കാനോ സാധിച്ചില്ല. ആ വാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യമില്ല, സത്യമില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്ന് ജാമ്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയങ്ങൾക്കകം എനിക്ക് പിന്നിൽ കാണുന്ന ഈ കോടതി വഴിയിലൂടെ അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായാലും നമ്മൾ കാത്തു നിൽക്കുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോഴും ഒപ്പം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടപ്പോഴും അദ്ദേഹം ശാന്തനായിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ കാണും പൊതുമധ്യത്തിൽ. ആ വാക്കുകൾ ഏറെ നിർണായകമാണ്. അല്പസമയങ്ങൾക്കകം അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു പ്രതികരണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആതിര. ശരി വീണ, എന്തു തന്നെയായാലും TG മോഹൻദാസ് ഈ നേരം വരെയും വളരെ കൂളായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ വൈകാരികമായി നടത്തിയ ഒരു പ്രതികരണമാണ് ഇതിലേക്കൊക്കെ എത്തിച്ചതെങ്കിലും ഇതിനുശേഷം പോലീസ് നടപടി ഉണ്ടായ ആ അപ്പോൾ മുതൽ അദ്ദേഹം വളരെ കൂളായിരുന്നു. ഇന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പോലും ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാകുമ്പോഴും അദ്ദേഹം വളരെ കൂളായിരുന്നു. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറിയത്. എന്തായാലും ഇനി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതിലാണ് കേരളം മുഴുവൻ കാതോർക്കുന്നത്. വീണ, നേരത്തെ യുവരാജ് സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ ജമാഅത്തെ ഇസ്ലാമി കളിക്കാനാണ് ചില ഇടത് സിസ്റ്റങ്ങൾ ശ്രമിച്ചത്. എന്തായാലും അതിനൊക്കെ വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോടതി TG മോഹൻദാസിന് മുൻപിലോട്ട് വെച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം ഈ കേസ് എടുത്തപ്പോഴോ അതിനുശേഷം പോലീസ് വന്നപ്പോഴോ ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും യാതൊരു തരത്തിലുള്ള നിസ്സഹകരണവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോഴുൾപ്പെടെ എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലീസിനെതിരെ ഒരു തരത്തിലുള്ള പരാമർശവും TG മോഹൻദാസ് നടത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പോലീസിനെതിരെ പരാതിയില്ല, തനിക്ക് യാതൊരു പരാതിയുമില്ല ഇതുവരെയും എന്ന് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് ഇനി പറയാനുള്ളത് ഈ പോലീസ് നടപടിയെക്കുറിച്ച്, ഈ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതിലാണ് ഇനി കേരളം മുഴുവൻ കാതോർത്തിരിക്കുന്നത്. എന്തായാലും കോടതിയിലെ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു വീണ? കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 3 മണി 3:30 ശേഷമാണ് ഈ വാദങ്ങൾ കേൾക്കുന്ന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് 20 മിനിറ്റോളം ചെറിയൊരു ഇടവേള എടുത്തു. ആ ഇടവേളയ്ക്ക് ശേഷം 4:50 കൂടിയാണ് കോടതി വീണ്ടും ചേർന്നത്. തുടർന്ന് 5 മണിക്കാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതും പ്രതിഭാഗത്തുനിന്ന് വന്ന പല വാദങ്ങളും അത് അംഗീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വാദങ്ങളിൽ ചിലതിൽ കൃത്യമായിട്ടുള്ള വ്യക്തത കുറവുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പൊതുവിൽ ലഭിക്കുന്ന വിവരം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതും. മാത്രമല്ല കോടതിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. താങ്കൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉപദ്രവം ഏൽക്കേണ്ടി വന്നിരുന്നു, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുണ്ട്, കാരണം പ്രായാധിക്യമുണ്ട്, മാനുഷിക മൂല്യങ്ങൾക്ക് പരാതി നൽകിയില്ല എന്നുള്ള പരാതികൾ BJPയുടെ ഭാഗത്തു നിന്നടക്കം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല രാവിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാണാൻ BJP സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ എത്തിയിരുന്നു. S. സുരേഷ്, അതുപോലെ തന്നെ N. രാധാകൃഷ്ണൻ, ഷോൺ ജോർജ് അടക്കമുള്ളവർ എത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ട നിയമസഹായങ്ങൾ നൽകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും BJPയുടെ ഭാഗത്ത് നിന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ചോദിക്കുകയും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ, അതായത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ അദ്ദേഹത്തോട് കാണിക്കേണ്ട മാനുഷിക പരിഗണനകൾ അത് കൃത്യമായും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്ന സാഹചര്യമുണ്ട്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ പരിശോധന അത് കഴിഞ്ഞ് കോടതിയിലേക്ക് എത്തിയപ്പോൾ പോലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ഉണ്ടായിരുന്നു. ശാന്തനായി നിൽക്കുന്ന, അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടിക്രമങ്ങളുമായി സഹകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. യാതൊരു വിധത്തിലും പോലീസിനെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ പോലീസിനെ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നും. എന്തിനേറെ പറയുന്നു, ഈ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് 2:30 ശേഷം 2:45 കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ചില SFI പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുവാൻ കാത്തുനിന്നു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് ചുറ്റും കൂടി അവർ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ പോലും അദ്ദേഹം അത് ശാന്തതയോടുകൂടിയാണ് അവരുടെ ആ ഒരു പ്രതിഷേധത്തെ കണ്ടത്. അത് തികച്ചും മാന്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം, ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വ്യത്യസ്ത ചിന്താധാരകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവർ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തനിക്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ നടപടിക്ക് താൻ വിധേയമാകുമ്പോൾ തനിക്ക് എന്താണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഒപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ആ ഒരു പെരുമാറ്റത്തിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനുഭാവ നടപടി തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട സർക്കാരിൻ്റെ SDP-യോടുള്ള പ്രീണന രാഷ്ട്രീയം തന്നെയാണ്. ഈ ഒരു മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ മതപ്രീണനത്തിന് സർക്കാർ എന്തുകൊണ്ട് കുട പിടിക്കുന്നു എന്നുള്ള ചോദ്യം ഈ സർക്കാർ അധികാരമേറ്റത് മുതൽ തന്നെ ചോദ്യം
ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന് നൽകുന്ന സർക്കാരിലെ കൂടുതൽ പ്രാതിനിധ്യം, ഒപ്പം തന്നെ വി ഡി സതീശനെ മുസ്ലിം ലീഗ് കൂടുതൽ വരിഞ്ഞു മുറുകുന്ന പല സാഹചര്യങ്ങളും പല സംഭവ വികാസങ്ങളും സംസ്ഥാനത്ത് നടന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പരാതിക്ക് പിന്നിലും ഈ SDPIയുടെ പ്രീണന രാഷ്ട്രീയത്തിന് പിന്തുണ നൽകുന്ന ഒരു നിലപാട് ആഭ്യന്തര വകുപ്പ് എന്തിനു സ്വീകരിച്ചു എന്നുള്ളൊരു ചോദ്യം കൂടി ഒരു സാഹചര്യത്തിൽ ശക്തമാവുന്നുണ്ട്. കാരണം പല പരാതികൾ വന്നു എന്ന് പറയുമ്പോൾ പോലും കോടതിക്ക് മുന്നിൽ 15 പരാതികൾ എന്ന് പോലീസ് ആവർത്തിച്ചപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടെടുത്ത നടപടികൾ, ആ പരാതിക്കാരൻ്റെ വിശദാംശങ്ങൾ, അത് അത്രയും പരാതിക്കാരുണ്ടെങ്കിൽ അവരുടെ വിശദാംശങ്ങളൊന്നും തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പും പോലീസും ഉയർത്തിയ വാദങ്ങൾ അത് ശരിയല്ല എന്ന് തെളിഞ്ഞൊരു വസ്തുത കൂടിയുണ്ട്. പരാതിക്കാരൻ, അതായത് ഒരു പരാതിക്കാരനെ സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നതും. അബ്ദുൾ ഖാസിം എൻ എന്ന SDPI നേതാവ്, SDPIയുടെ അനുഭാവ സംഘടനയായ ഡെമോക്രാറ്റിക് എന്ന സംഘടനയുടെ ഓർഗനൈസിംഗ് അംഗമാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഒപ്പം തന്നെ ആ പരാതിയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ BJP വിമർശിച്ചിരുന്ന കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തതയാർന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതൊരിക്കൽ കൂടി വാസ്തവമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. കാരണം TJ പിടികൂടിയപ്പോൾ തന്നെ BJP നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഈ സർക്കാരിൻ്റെ മതപ്രീണനത്തിൻ്റെയും ഒപ്പം തന്നെ സമകാലിക വിഷയങ്ങളിൽ സർക്കാരിന് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളിൽ നിന്ന് തടിയൂരാനുള്ള അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിക്കുവാനുള്ള നടപടിയുടെ ഭാഗമാണ് ഈ ഒരു അറസ്റ്റ്. ആ അറസ്റ്റിനെ അത്ര അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് നീതി ലഭിക്കും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തുടക്കം മുതൽ BJPയുടെ സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ നിയമ വിദഗ്ധരുമായി നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രീണനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഷറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന കേസുകൾ അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് കോടതിക്ക് മുന്നിലും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജാമ്യത്തിൽ ഉപാധികളുണ്ട്. സ്വാഭാവികമായി അദ്ദേഹം കോടതിയിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട അവരുടെ ചോദ്യങ്ങൾക്ക് അവരാവശ്യപ്പെടുന്ന വിവരങ്ങൾ അത് നൽകുവാൻ തയ്യാറാണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സൈബർ സംഘം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ പോലും ഈ നാടകീയ സാഹചര്യങ്ങൾ സമാനമായിട്ടുള്ള രംഗങ്ങൾ